ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് വരടിയാട്ടിൽ. എൻ്റെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷുഗറിൻ്റെ പ്രോബ്ലം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം, ബി പിയുടെ പ്രോബ്ലം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന സൗത്ത് ഇന്ത്യൻസിനാണല്ലേ, കേരളക്കാർക്കാണ് കൂടുതൽ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു, എനിക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഡെയിലി 1 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യും. ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഞാനിങ്ങനെ എക്സസൈസ് ചെയ്താണ് ഇത് ഞാൻ ബാലൻസ് ആക്കിയത്. ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ബി പിയും ഇല്ല, ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ആ റൂട്ടീൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെയാണ് എക്സസൈസുകൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം നിയന്ത്രിച്ച് എന്തെല്ലാം ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്, അതിൻ്റെ കുറേ ഐഡിയകൾ ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് കലോറി എത്ര വേണം, ആ വീഡിയോസ് എൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ എന്തെല്ലാം എക്സസൈസുകളാണ് ചെയ്യുന്നത് ഞാൻ പറയും. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്, ആ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ നിങ്ങൾ പോയിട്ട് ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഒരു 3 മാസം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ചേഞ്ച് ആയിന്ന്. 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ അതായത് ഷുഗറിൻ്റെ ലെവൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബി പി നോക്കുക, അതിലെന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഓക്കെ, ചെക്കപ്പ് ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഈ പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ആൾക്കാർ ഭാഗ്യവാന്മാർ. 45 വയസ്സിന് ശേഷം, 50 വയസ്സിന് ശേഷം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, അതുപോലെ ഭക്ഷണം കഴിക്കൂ. നിങ്ങൾക്ക് പിന്നെ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് ഞാൻ പറയാം. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, കാലത്ത് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ചെയ്യുന്നതാണ് വാക്കിംഗ്. അപ്പോൾ ഈ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്പ് വാക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ വാക്കിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്, നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഫസ്റ്റ് വാമപ്പ് ചെയ്യുക. അപ്പോൾ വാക്കിങ്ങിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിങ്ങനെ നിന്നുകൊണ്ട് കൈ ഇങ്ങനെ ഫുള്ളായിട്ട് സ്വിങ് ചെയ്ത് വാക്ക് ചെയ്യാം. നിങ്ങളൊരു 5 മിനിറ്റ് ഫുള്ളായിട്ട് കൈ സ്വിങ് ചെയ്ത് വാക്ക് ചെയ്ത് നോക്കിയേ, ബോഡി പെട്ടെന്ന് നിങ്ങളുടെ വാമപ്പ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ വാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൈ 2 സൈഡിലേക്ക് ഇട്ട് വാക്ക് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് നിങ്ങളുടെ ബോഡി വാമപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ വാക്കിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഇതിപ്പോൾ രണ്ട് വെയിറ്റാണ്, ഒരു 3 കിലോ 4 കിലോ ഉള്ള വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് നിങ്ങളിങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം നിങ്ങൾ അത്യാവശ്യം സ്പീഡിൽ ഒരു 5 മിനിറ്റ് വാക്ക് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൻ്റെ മസിലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ തുടകൾ, കാലിൻ്റെ മസിലുകൾ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ആവും. അപ്പോൾ ഈ 3 വാക്കിംഗ് നിങ്ങൾ ചെയ്യുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഞാൻ ഓരോ സ്റ്റെപ്പുകളും നിങ്ങളോട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, ബൈ, താങ്ക് യു.